ഹലോ, ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം ഇലയപ്പമായിരുന്നു കേട്ടോ. അതിനുവേണ്ടി ഇതുപോലെ തൊലിയേർത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തൊലിയേർത്ത ഏത്തപ്പഴം എടുത്ത് കളയാൻ നിൽക്കണ്ട. അത് രണ്ടായിട്ട് മുറിച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ. അതിനുശേഷം തേങ്ങ ശർക്കര മിക്സിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ഒരിത്തിരി വെള്ളത്തിലൊന്ന് പാനിയാക്കി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഏത്തപ്പഴം വെന്ത് വന്നപ്പോഴത്തേനും ഒന്ന് ആറിയതിന് ശേഷം ജാറിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് മൈദാമാവ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഞെവിടിയെടുക്കണം. കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഞെവിടിയെടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു പീസ് വാഴയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണയോ വെള്ളമോ തൂത്തതിന് ശേഷം നമ്മുടെ ഈ മാവ് ഒരു ബോളാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ചപ്പാത്തി പരത്തുന്നത് പോലെ നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാവേ. അതിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മുടെ തേങ്ങ ശർക്കര മിക്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇല രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് ആവിയിൽ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ഇലയപ്പം റെഡിയാക്കി കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.